ഹലോ ഓൾ, വെൽക്കം ടു പ്രിയാമ്പിൾ. ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് ഇ ഗവേണൻസിൻ്റെ ഒബ്ജക്റ്റീവ്സും അത് നേരിടാൻ സാധ്യതയുള്ള ചലഞ്ചസുമൊക്കെയാണ്. അപ്പം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പം ഇതും എന്താണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇ ഗവേണൻസ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങൾ ജസ്റ്റ് തിയറിറ്റിക്കൽ എന്നുള്ളൊരു രീതിയിലാണ്. പിന്നെ നമുക്ക് ചില ഇനിഷ്യേറ്റീവ്സ് കൂടി ചേർത്തുകൊണ്ട് ആ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. സോ ഇ ഗവേണൻസ് ഒബ്ജക്റ്റീവിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എൻഹാൻസ് എഫിഷ്യൻസി ഇൻ ഗവൺമെൻറ് സർവീസസ്. അതായത് ഗവൺമെൻറ് സർവീസിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ഏറ്റവും സമയം കുറച്ച് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? എഫിഷ്യൻറ്റ്, ട്രാൻസ്പെറൻറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എഫിഷ്യൻ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ചെയ്തതിൻ്റെ വഴികളെല്ലാം തന്നെ എന്താണ്, ഇപ്പം കോമൺ പബ്ലിക്കിനാണെന്നുണ്ടെങ്കിലും അത് ഹിഡൻ അല്ല എന്നുള്ളത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി എന്താണ്, സിറ്റിസൺസിന് ഓപ്പൺ ആണ് കാര്യങ്ങളെന്ന് പറയുന്നത്, ഓപ്പൺനെസ് ഉണ്ടാകുന്നുണ്ട്. ദെൻ ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി, ദെൻ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം. ചെയ്തൊരു കാര്യം അക്കൗണ്ടബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഓഫീസറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആളിനെ ഇപ്പോൾ ഒരു കാര്യം ചോദിച്ച് നമ്മുടെ അടുക്കൽ വരുന്ന ഒരു ഗവൺമെൻറ് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ്, ഇപ്പോൾ പേപ്പർ വർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വന്നില്ല, അല്ലെങ്കിൽ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന പല കാര്യങ്ങൾ പറഞ്ഞാൽ ഒഴിവാക്കി വിടാൻ പറ്റും. അതേസമയം നമ്മൾ ഓൺലൈനായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ട്രാക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഒക്കെ വരുന്നുണ്ട് ഓൺലൈൻ സിസ്റ്റംസ് വരുമ്പോൾ. അത് എത്രത്തോളം എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ ഈ പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതേപോലെ ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിലാണ് വൺസ് വി ഡൺ എ ട്രാൻസാക്ഷൻ ഇറ്റ് ഈസ് ഡയറക്ട്ലി ഗോൺ ടു ദ ഗവൺമെൻറ് ആൻഡ് നമുക്ക് എന്താണ്, അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു റെസിപ്റ്റും ഒക്കെ അവിടെ വെച്ച് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം സിറ്റിസൺസിന് ഈ വക ഫങ്ഷൻസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇ ഗവേണൻസ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ എഫിഷ്യൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എഫിഷ്യൻസിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ കേരള റിലേറ്റഡ് എന്നുള്ളൊരു രീതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പ്രോഗ്രാംസ് വേണമെങ്കിൽ എടുത്ത് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇപ്പം ഇ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഗവൺമെൻറ്റിൻ്റെ സർവീസുകളൊക്കെ എന്താണ് കോമൺ സർവീസ് സെൻ്ററുകൾ വഴി അവൈലാക്കുക എന്ന് പറയുന്നൊരു കാര്യം. അതേപോലെ തന്നെ സ്പാർക്ക്, സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഓഫ് കേരള. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാധാരണയായിട്ട് ഫയലുകളിലൂടെ നടന്നു പോയിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെയൊക്കെ സാലറി മാറുന്ന കാര്യം നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും അറിയാമോ എന്നറിയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു കൊച്ചു പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമായിരുന്നു. 3-4 ഫയലുകളിലായിട്ടായിരിക്കും, 3-4 കളറിലുള്ള ഫയലുകളിലായിട്ടായിരിക്കും, ഒരു യെല്ലോ, ഒരു ലൈക്ക് ഒരു പിങ്ക് പോലത്തത്, ഒരു വൈറ്റ്. അപ്പം ഈ ഫയലുകളിലായിട്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ്, കാരണം ഇത് ഓരോ ആവശ്യത്തിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിട്ടാണ് ഓരോ ഫയലും പോകുന്നത്. അപ്പോൾ ഒരേ സാധനം തന്നെ, ഇപ്പം സാലറി ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു മന്തിലെ അവരുടെ ബേസിക് പേ എന്താണ്, അവരുടെ TAD അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, PF നിന്നുള്ള പിടുത്തം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതി വെക്കും. ഇത് തന്നെ അടുത്ത ഫയലിനകത്ത് റിപ്പീറ്റ് ചെയ്യും, ഇത് തന്നെ അടുത്ത ഫയലിനകത്ത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഓരോ ഭാഗത്തേക്കുള്ളതാണ് ഓരോ ഫയലെന്ന് പറയുന്നത്, ഓരോ അതോറിറ്റിക്കുള്ളത്. ഇങ്ങനെ ഓരോ എംപ്ലോയിയുടെയും ചെയ്യും. ഓക്കെ, അത് എല്ലാ മാസവും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, വളരെ വളരെ ഡിലേ ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഈ ഫയൽ എഴുതാൻ അറിയാവുന്നവർ വളരെ കുറവായിരിക്കും. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് എന്താണ്, ഇതറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ അയാൾക്ക് ഒത്തിരി പവറുണ്ട്, മറ്റ് ജോലിയൊന്നും ചെയ്യാതെ ഇത് മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് പേയ്മെൻറ്റ് വാങ്ങുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൻ്റെ ജോലി അവിടെ കുറയും ആ ഓഫീസിൽ, അപ്പോൾ എഫിഷ്യൻസി കുറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫയലിൽ ഡിലേ വരുന്നുണ്ട്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യണം. അവിടെ നമ്മളിങ്ങനെ തിരുത്തി എഴുതുക എന്ന് പറയുന്ന ഒരു പരിപാടി ചിലപ്പോഴൊക്കെ പോസിബിൾ ആയിരിക്കും, പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണത എന്താണ്, എപ്പോഴും അക്സെപ്റ്റബിൾ ഒന്നും ആയിരിക്കത്തില്ല ആ സമയത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പം അങ്ങനെ മേലുദ്യോഗസ്ഥരുടെ മുമ്പിൽ കൊടുക്കുമ്പോൾ ഇത് അവർ റിജക്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫയൽ മൊത്തം വീണ്ടും ആദ്യം തൊട്ട് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു റെപ്പറ്റേറ്റീവ്, TDS, അങ്ങനെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് എല്ലാം കൂടി എന്ത് ചെയ്യുകയാണ്, ഇ ഗവേണൻസ് എന്ന് പറയുന്നത് സ്മാർക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത് വഴി, ഒരു MIS സിസ്റ്റം കൊണ്ടുവന്നത് വഴി എന്ത് ചെയ്യുകയാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാട്ടിലും എന്താണ്, വളരെ എഫിഷ്യൻ്റായിട്ടാണത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അത് ആ ഒരു സമയത്ത് ഇത് ഉപയോഗിച്ചിരുന്ന ഒരാളും ഇപ്പോഴത്തെ ഒരു എംപ്ലോയിയും തമ്മിൽ ഇപ്പോൾ ഒരു റിട്ടയറൊക്കെ ആവാൻ പോകുന്ന എംപ്ലോയീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം
അതിൻ്റെ ഒരു എന്താണ് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എത്രയും പെട്ടെന്ന് ഡിലേ ഇല്ലാതെ ടൈംലി ഡെലിവറി ഉണ്ടാവുക എന്നുള്ളത് ഒരു കാര്യമാണ്. 2 K-SMARTൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ്, ഒരു എഫിഷ്യൻസി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലെവലിൽ എന്ത് ചെയ്യുക, സിറ്റിസൺ ഡെലിവറി എഫിഷ്യൻ്റ് ആക്കുക എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റീസെൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും ഈ പറയുന്നത് പോലെ തന്നെ ലൈക്ക് ഇപ്പം ഒരു ഹോസ്പിറ്റലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, K-SMART സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അന്നേരം തന്നെ ഡേറ്റ എൻ്റർ ചെയ്ത് വിതിൻ ഡേയ്സ്, ഒരു കുഞ്ഞ് ജനിച്ച് വിതിൻ ഡേയ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ മുമ്പെന്ന് പറയുന്നത് എന്താണ്, ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ പറയാം. ലൈക്ക് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് തെറ്റായിരുന്നു. അതായത് ഹോസ്പിറ്റലിലെ റെക്കോർഡ്സിൽ എവിടെയോ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റൽ ഒരു വലിയ ഹോസ്പിറ്റലൊന്നും അല്ല, സാധാരണ നമുക്ക് ഈ പറയുന്ന പോലെ ഡെലിവറിക്കൊക്കെ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ചെറിയ ക്ലിനിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. 10-30 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്കൂളിലേക്ക് വന്നപ്പോൾ സ്കൂളിൽ നമ്മളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിനകത്ത് എൻ്റർ ചെയ്ത് പോയിട്ടുള്ളത് പേര് സെയിം ആയിരുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് എന്തെന്ന് പറയുന്നത് എന്തായിരുന്നു, ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇതിങ്ങനെ പോയതിന് ശേഷം ഇതൊന്ന് തിരുത്തേണ്ട സാഹചര്യം വന്നു. കാരണം ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ഡിഫറെൻ്റ് ആണ്, ഇവിടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യം വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ട് ഒരു സാഹചര്യമായിരുന്നു. കാരണം CBSE എന്ന് പറയുന്നത് അതിൻ്റെ 10th സർട്ടിഫിക്കറ്റിനകത്ത് ഡേറ്റ തിരുത്തണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്രോസസ്സ് അല്ല അത്. അപ്പോൾ അതിന് അത്രയും വളരെ ബുദ്ധിമുട്ട്, പേപ്പർ വർക്കുകളിലൂടെ പോയി ഉണ്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഈ ഒരു സംഗതി റീസെൻ്റ്ലി എനിക്കൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് വിതിൻ 5 minutes എൻ്റെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മാനേജ്ഡായിട്ട് കംപ്ലീറ്റ് ആയി പോകുന്നു. അതിന് വേണ്ടിയിട്ട് മാസങ്ങളോളം ഒരു കാലത്ത് മാസങ്ങളോളം സ്പെൻഡ് ചെയ്തത് 5 minute എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ചേഞ്ച് അതാണെന്തെന്ന് പറയുന്നത് എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നടക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വൺ ഓഫ് ദ ബേസിക് ഒബ്ജക്റ്റീവ്. അതാണ് ആദ്യം നമുക്ക് പറയാൻ പറ്റുന്ന എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്, ഗവൺമെൻറ് സർവീസിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം. ഇതാണ് ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ സിറ്റിസൺസിന് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ കറപ്ഷൻ കുറഞ്ഞിരിക്കും. അപ്പോൾ ഡയറക്റ്റായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളിലും ഗവൺമെൻറ്റുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. ഒരു ഓഫീസറിനെയും കാണാതെ നമ്മളുടെ എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഓഫീസിൽ ഒരാളിനെ കാണുക എന്ന് പറയുന്നത് തന്നെ മിനിമം 5 minute, മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ലക്കി ആയിട്ടുള്ള ഒരാളിനായിരിക്കും 5 minute. അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്. അവരുടെ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ നടക്കുന്നത്. ആ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാകും. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വീടിൻ്റെ ചില കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓഫീസിൽ കയറുമ്പം 1 hour വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഓഫീസർ, അതായത് ഇന്ന ആൾ ഇവിടെ ഇല്ലെന്ന്, നിങ്ങൾ പോയിട്ട് പിന്നെ വരാനെന്ന്. അത് ചെല്ലുന്ന സമയത്തെ അവർക്കറിയാം ആ ഓഫീസിൻ്റെ മേലധികാരി അന്ന് ലീവാണെന്നുള്ളത്. ബേസിക്കലി നമ്മളോട് പറയാവുന്ന കാര്യമേ ഉള്ളൂ. അവരത് മൈൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് അവരവരുടെ ജോലി എന്നുള്ള രീതിയിൽ ചെയ്യുകയാണ്. അപ്പോൾ സിറ്റിസണിന് സർവീസ് ഡെലിവറി ചെയ്യുക എന്ന് പറയുന്ന ബേസിക് ഉത്തരവാദിത്വം പോലും അവർ ചെയ്യുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ. അതേപോലെ തന്നെ എന്താണ്, ഓൺലൈനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിനൊരു ഓഡിറ്റ് ട്രെയിൽ എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ വരുന്നുണ്ട്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റുകൾ കുറച്ചുകൂടി അക്കൗണ്ടബിൾ ആണ്. ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. ഇപ്പം ഒരു ഫീസ് പേ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംടൈംസ് നമ്മൾ ഫീസ് നമ്മൾ പേ ചെയ്യുന്നത് പേപ്പറിൽ എഴുതി നമ്മൾ കൊടുക്കുന്ന ഒരു സാഹചര്യവും ഫീസ് കയ്യിൽ കൊടുക്കുന്ന ഒരു സാഹചര്യവും, ഫീസ് മീൻസ് എന്തെങ്കിലും ഓൺലൈൻ ഫീ, ഇത് ഇവർ എൻ്റർ ചെയ്യാതെ വരുന്നൊരു സാഹചര്യമൊക്കെ വരും. അതും നമ്മളുടെ മുകളിലായിരിക്കും ചിലപ്പോൾ ഫൈൻ അടയ്ക്കാനുള്ള ഉത്തരവാദിത്തം വരുന്നത്. അതേസമയം നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ മൊമെൻറ്റിൽ അവിടെ ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ പിന്നൊരു ഡിലേ ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കതിൻ്റെ റിസിപ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുന്നു. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡാഷ്ബോർഡ് ഡിസ്പ്ലേ പെൻഡിങ് ആപ്ലിക്കേഷൻ, ടൈം ടേക്കൺ ഫോർ പ്രോസസിംഗ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് എഫിഷ്യൻസി വിസിബിൾ ടു ഹൈ അതോറിറ്റീസ്. ഈ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും അതിൻ്റെ ഫയലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം അതും നിങ്ങൾക്ക് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഉള്ളവർക്കും ഒക്കെ ഇനി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ എംപ്ലോയീസിൻ്റെയൊക്കെ ചില ഫയൽ, ഇപ്പോൾ PF ഫയലാണെന്ന് വിചാരിക്കുക, അത് അവരുടെ വെബ്സൈറ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്മാർക്ക് പോലെയുള്ളൊക്കെ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് അതോറിറ്റിയുടെ മുമ്പിലാണ് നിലവിലുള്ളത് എന്നുള്ളത്. കാരണം ഒരു 5-6 ആളുകളുടെ മുമ്പിൽ ചെന്ന് ആ ഫയൽ അവിടെ നിന്ന് പാസ്സായി വരേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട്, ഞാനത് ചെയ്തിട്ടുള്ള ആളാണ്, വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെക്ക് ചെയ്യുമ്പം
ഓരോ ടൈമിലും നമുക്കറിയാൻ പറ്റും ഇത് ഏത് അതോറിറ്റിയുടെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്, അടുത്ത അതോറിറ്റി അവിടുന്ന് സൈൻ ചെയ്തോ അവിടുന്ന് റിജക്റ്റ് ചെയ്തോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ്, എൻഷുർ സിറ്റിസൺ സെൻട്രിക് സർവീസ് ഡെലിവറി. സിമ്പിൾ അല്ലേ? സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള ഡെലിവറി പ്രൊവൈഡ് ചെയ്യുക. ഒരു സിറ്റിസൺ അല്ല, എല്ലാ സിറ്റിസൺസിനെയുമാണ്, പക്ഷേ ഒരാൾക്ക് എന്ത് വേണമെന്നുള്ള അല്ലെങ്കിൽ സിറ്റിസൺസിന് എന്ത് വേണം അയാൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇ-സേവനം, എം-സേവനം പോലെയുള്ള കാര്യങ്ങൾ, അക്ഷയ സെൻറ്ററുകൾ, കെ-സ്മാർട്ട്, ഇതൊക്കെ തന്നെ വീണ്ടും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതും എന്താണ് ഈ പറയുന്ന ഈ ഗവേണൻസിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവിൽപ്പെട്ടൊരു കാര്യമാണ്. നെക്സ്റ്റ്, എനേബിൾ ഇൻക്ലൂസിവിറ്റി ആൻഡ് സോഷ്യൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് എല്ലാ സമൂഹത്തിലെ എല്ലാ ആളുകളിലേക്കും, എക്കണോമിക്കലി ആണെന്നുണ്ടെങ്കിലും സോഷ്യലി ആണെന്നുണ്ടെങ്കിലും പറയാം, അപ്പോൾ എല്ലാ ആളുകളിലേക്കും ഈ പറയുന്ന നമ്മളുടെ ഓരോ സർവീസുകളും എത്തുക എന്നുള്ളത്, അപ്പോൾ ഇൻക്ലൂസീവ് ആവുക എന്നുള്ളത്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിറ്റിസൺ ഡെലിവറി ആയിരിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ എന്താണ് സോഷ്യൽ ഇക്വിറ്റി, അതും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇപ്പം വിമൻ ആണെന്നുണ്ടെങ്കിലും എൽഡർലി ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റണം, ഈ പറയുന്ന രീതിയിൽ ആക്സസ് ഉണ്ടാവാൻ പറ്റണം. അത് എന്താണ് ഈ പറയുന്ന ഈ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവേണൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകളുമായിട്ടാണ് വരുന്നത്. അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആരാണെന്നൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല, അവർ ആ സർവീസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷൻ പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വേണ്ട എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ട്. അതല്ലാതുള്ള ഒരുവിധപ്പെട്ട ആളുകളിലേക്കും എന്താണ് ഒരേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമുകളെല്ലാം എത്തുന്നത്. അവിടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നോ ഒന്നും എന്താണ് അവിടെ നമ്മൾ എൻക്വയറി ചെയ്യുന്നില്ല. അതേസമയം നമ്മളൊരു ഓഫീസിൽ ചെന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് നോക്കിയിട്ട് നമ്മളെ എന്താണ് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള സാഹചര്യം. അപ്പം അങ്ങനെ ഇല്ലയെന്നൊന്നും നമുക്ക് പേപ്പറിൽ പറയാൻ പറ്റും, പക്ഷേ നേരിട്ട് ഓഫീസിൽ പോകുമ്പം അതാത് സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് തന്നെ അറിയാവുന്നതാണ്. ഓക്കെ, അതിപ്പോൾ നമ്മളിവിടെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളൊരു ഇ ഗവേണൻസ് ഇനിഷ്യേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ യാതൊരുവിധ സാഹചര്യവും നമ്മൾ അറിയേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരു കോമൺ അൽഗോരിതം ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ള രീതിയിലാണ് കൺസിഡറേഷൻ വരുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്തൊരു എൻഹാൻസ് ഇൻക്ലൂസിവിറ്റി ആൻഡ് സോഷ്യൽ ഇക്വിറ്റിയാണ് അടുത്തൊരു ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം നമ്മൾ ഇപ്പം ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണെന്നുണ്ടെങ്കിലും മറ്റും അവർക്ക് കാര്യങ്ങളും തീരുമാനങ്ങളും എടുക്കുന്ന ഒരു സമയത്ത് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റിസൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റാസ് ഉണ്ടാവും. അപ്പോൾ ആ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റുന്നു, അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ ഈ ഗവേണൻസ് ഇനിഷ്യേറ്റീവിലൂടെ നമുക്ക് നടക്കുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇപ്പം ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മിനിസ്ട്രി ലെവലിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷനിലൂടെ കളക്ട് ചെയ്യപ്പെടുന്ന ഡേറ്റാസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ എന്താണ് നമ്മളുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇപ്പം ലാക്ക് ചെയ്യുന്നത്, എന്താണ് ഏതൊക്കെ തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആണ് വരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഫാക്ച്വലായിട്ട് കിട്ടുന്നു. ആ ഫാക്ട്സിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ഇംപ്രൂവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ്. ഇപ്പം സിറ്റിസൺസ് അവർക്ക് ഡയറക്റ്റ് സർവീസ് ഡെലിവറി ഉണ്ടാകുമ്പം അവർ ഡയറക്റ്റ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്ന കാരണത്താലായിട്ട് തന്നെ എന്താണ് അവർ ഡയറക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവരുടെ പാർട്ടിസിപ്പേഷൻ ലെവൽ കൂടുന്നുണ്ട്. വീടിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പം എന്താണ് അവർക്ക് തന്നെ എന്താണ് സിറ്റിസൺസിന് തന്നെ ഒരു തോന്നൽ വരും, നമ്മൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടി ഇൻവോൾവ് ആണ് എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ കംപ്ലയിൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം പോലീസിൻ്റെയൊക്കെ വെബ്സൈറ്റുകളും മറ്റും നമ്മൾ കേരള പോലീസിൻ്റെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് FIR ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നുണ്ട്. അവിടെ നമുക്ക് കംപ്ലയിൻറ്റും മറ്റു കാര്യങ്ങളും എന്നുള്ളൊരു രീതിയിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് ഈ പറയുന്നത് പോലെ സിറ്റിസൺസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് അവരെ നമുക്ക് എംപവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി. ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പം ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സിസ്റ്റവും മറ്റു കാര്യങ്ങളും ആയിരിക്കത്തില്ല മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു വർക്കിംഗ് നേച്ചർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആസ് എ എന്താണ് കൺസ്യൂമർ അല്ലെങ്കിൽ ആസ് എ സിറ്റിസൺ നമുക്കിത് കൃത്യം മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കയറി ഇറങ്ങുന്നതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരിടത്ത് ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് കരുതി നമ്മളൊരു ഫോമും മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് കരുതി നമ്മൾ ചെല്ലുമ്പം
വേറൊരിടത്ത് ചെല്ലുമ്പോഴായിരിക്കും നമ്മളത് ഓക്കെ നമുക്കിത് അറിയാം, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു രീതിയുമായിട്ട് ചെല്ലുമ്പോൾ അവരവിടെ നിന്ന് റിജക്റ്റ് ചെയ്തു വിടും. അപ്പോൾ ഈ ഒരു സംഗതി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ പരസ്പരം ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ എന്താണ്, ആ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യം ഇവിടെ പറയേണ്ട, ഇവിടുത്തെ കാര്യം അങ്ങനെ നമ്മൾ റിജക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അതേസമയം ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു കോമൺ, കാരണം ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവും, കാര്യങ്ങൾ നടക്കുന്നതിന് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവും. അങ്ങനെ അല്ലാത്ത സാഹചര്യവും ഉണ്ട് കേട്ടോ. അത് നമ്മളുടെ ഈ പറയുന്ന ഈ ഗവേണൻസിൻ്റെ എന്താണ് ഒരു ഡ്രോബാക്ക് കൂടിയിട്ടാണ് ഓരോരുത്തർക്കും ഓരോ സെറ്റപ്പ് വരുന്നത്. അത് കോമൺ ആവുക എന്ന് പറയുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ഈ ഗവേണൻസിലേക്ക് എത്തുമ്പോഴാണ്. ദെൻ എന്താണ്, പരസ്പരം ഇൻ്റർ ഓപ്പറേറ്റബിൾ ആവുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഒരു കാര്യത്തിന് നമ്മളെന്താണ് പലയിടത്ത് കയറി ഇറങ്ങി നടക്കാതെ ഒരിടത്ത് തന്നെ എന്താണ് ഇൻ്റർ ഓപ്പറേറ്റബിൾ ആവുക, പരസ്പരം എന്താണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും പരസ്പരം അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ റോഡ് പണിയും പിന്നെ അതേപോലെ തന്നെ ടാപ്പ് പൈപ്പ് ലൈൻ കണക്ഷനും തമ്മിൽ യാതൊരുവിധ ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി ഇല്ലല്ലോ. റോഡ് പണിഞ്ഞതിൻ്റെ തൊട്ട് പറയാനായിരിക്കും റോഡ് വെട്ടി തുറക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഈ ഒരു സാഹചര്യം ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഇൻട്രാക്ഷൻ്റെ അണ്ടറിൽ അത് മാറ്റിക്കഴിഞ്ഞാൽ അതും എന്താണ് ഈ പറയുന്ന പോലെ ഒരു ബേസിക് ഒബ്ജക്റ്റീവാണ് സർവീസുകൾ അവൈൽ ചെയ്യുന്ന കാര്യത്തിലും എഫിഷ്യൻ്റായിട്ട് നടക്കുന്ന കാര്യത്തിൽ. നെക്സ്റ്റ് ഈസ് സ്ട്രെങ്തൻ ഡേറ്റ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ഇതെല്ലാം സർവീസ് ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഗവൺമെൻറ് ഇത്തരം സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനോർമസ് എമൗണ്ട് ഓഫ് ഡേറ്റ ആണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡേറ്റ സെക്യൂർഡ് ആയിരിക്കണം എന്നുള്ളത്, കാരണം അതിനകത്ത് പേഴ്സണൽ ഇൻഫർമേഷൻസ് അടക്കമാണ് വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, സെക്യൂർഡ് ആയിരിക്കണം, അതിനകത്ത് ചേഞ്ചസ് വരാൻ പാടില്ല, പുറത്ത് പോകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ, പ്രൈവസി കീപ്പ് ചെയ്യുക, സെക്യൂർഡ് ആയിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതും ഈ ഗവേണൻസിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഇതിന് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ഇന്നോവേഷൻ. സോ ദിസ് ഈസ് അനദർ തിങ്, കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ഇന്നോവേഷൻ. അതായത് ഇപ്പം നമ്മൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടും മറ്റുമൊക്കെ ജനങ്ങളിലേക്ക് കൂടുതൽ, അല്ലെങ്കിൽ സ്റ്റുഡൻസിലേക്കും മറ്റുമൊക്കെ എന്താണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് വഴിയും ഒക്കെ എന്താണ് നമുക്ക് ആളുകളുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. കൂടുതൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ വഴി. പിന്നെ ഇന്നോവേഷൻസ് എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെയാണ് പുതിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് എഫിഷ്യൻസി നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് എല്ലാ കാര്യത്തിലും അത് വരുന്നുണ്ട്. കാരണം 1 പോയിൻറ്റ് സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പേപ്പർ വർക്ക് ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്നത് പോലെ നമുക്കൊരു സെപ്പറേറ്റ് ചാർജസ്, ഇപ്പം നമ്മൾ കോമൺ സർവീസ് സെൻറ്ററിനെ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറയേണ്ടി വരും ചാർജസ് വരുന്നുണ്ടെന്ന്. പക്ഷേ ഈ കോമൺ സർവീസ് സെൻറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമുക്കൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ പോലെ പല കാര്യങ്ങളും വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയൊന്നും എന്താണ് എക്സ്ട്രാ ചാർജസ് വരുന്നില്ല. അപ്പം മറ്റാളുകളുടെ ഇൻ്റർവെൻഷൻ വരുന്നില്ല, നമുക്ക് അവിടെ പോയിട്ട് ട്രാവൽ ചെയ്ത് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അപ്പം കാരണം പല കാര്യങ്ങളും എന്ന് പറയുന്നത് ചിലപ്പോൾ ഇപ്പം ഡിസ്ട്രിക്ട് അതോറിറ്റിയുടെ ഹെഡ് ഓഫീസിലായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് അതോറിറ്റിയുടെ ഹെഡ് ഓഫീസിലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. ദെൻ കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, കാരണം പേപ്പർലെസ് ആയിട്ടുള്ള എക്കോണമിയിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഗവേണൻസിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഇതാണെന്നുണ്ടെങ്കിൽ കുറേയധികം ചലഞ്ചസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഓക്കെ. പക്ഷേ ഇത് ബേസിക് ഒബ്ജക്റ്റീവായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. വേണമെങ്കിൽ സബ് പോയിൻറ്റ്സ് ആയിട്ടൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ചലഞ്ചസ് ഓഫ് ഇ ഗവേണൻസ്. സോ ഇ ഗവേണൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നേരിടുന്ന, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഇ ഗവേണൻസിന് ഒരു ഇനോർമസ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും അത് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്സ്. ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്സ്. അതായത് നമ്മൾ എന്തെല്ലാം പദ്ധതികൾ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത് നടപ്പിലാക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുണ്ട് എങ്കിൽ, ലൈക്ക് നമ്മളെല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു മൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ മൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഉപയോഗിക്കാൻ മൊബൈൽ ഇല്ല എന്നുണ്ടെങ്കിലുള്ള സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇല്ല എന്നുള്ളൊരു സാഹചര്യം. ഇന്ത്യയിലെ പല റൂറൽ ഏരിയാസിലേക്കും നെറ്റ്വർക്ക് പെനട്രേഷനൊക്കെ കുറവാണ്. കേരളത്തിനെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കരുത്, ഇന്ത്യയിലെ കാര്യങ്ങൾ. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കെല്ലാം നമ്മൾ ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ ഓണം കേറാമൂല എന്ന് പറഞ്ഞതുപോലെ വളരെ ഇൻഫ്രാസ്ട്രക്ചറലി ബാക്ക്വേർഡൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വരും. പ്രത്യേകിച്ച് ഇപ്പോൾ കെ സ്മാർട്ട് ഇ ഹെൽത്ത് പോലെയൊക്കെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇനോർമസ് ആയിട്ട് എല്ലാ ജനങ്ങളിലേക്കും പോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ എത്തിയിട്ടുണ്ടായിരിക്കണം എന്നുള്ള ഉറപ്പ് വരുത്തണം. ഡിപ്പാർട്ട്മെൻറ്റുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും
ഏറ്റവും ബേസ് ലെവലിലുള്ള ഓഫീസുകളിലേക്കാണ് ഇത് ചെല്ലേണ്ടത്. അപ്പോൾ എല്ലാ ഓഫീസുകളും എന്താണ് അപ്ഗ്രേഡഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം ഓർമ്മ വേണം. അതേപോലെ തന്നെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മാത്രമല്ല, നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടായിരിക്കണം. അപ്പോൾ അത് എന്താണ് നല്ല ബാൻഡ് വിഡ്ത്തുള്ള നല്ല കപ്പാസിറ്റി ഉള്ള കണക്ടിവിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമ്മൾ ഈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം 100% എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വർക്ക് ആവത്തുള്ളൂ. സോ അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊരു ചലഞ്ചാണ്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി ആൻഡ് ഇൻ്റഗ്രേഷൻ. അതായത് നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളാണ് അതെന്ന് പറയുന്നത്. ആ ലക്ഷ്യങ്ങളിലെല്ലാം ഒന്നും നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ലക്ഷ്യമാണ്, പക്ഷേ എന്താണ് അതൊരു ചലഞ്ച് കൂടിയിട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റവും മറ്റു കാര്യങ്ങളുമാണ് നിലനിൽക്കുന്നത്. അതിനെല്ലാം കൂടി കോമൺ ആക്കി കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു കോമൺ സ്റ്റാൻഡേർഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടത്തുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിഡൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരുപാട് വർഷം പഴയ ആദ്യ കാലത്തെ സെറ്റപ്പിലിരിക്കുന്ന സോഫ്റ്റ്വെയറുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. കെയ്സ്മാർട്ടിന് മുമ്പ്, കെയ്സ്മാർട്ടൊക്കെ ഇപ്പോഴാണല്ലോ ഡെവലപ്പായി വന്നത്. അപ്പോൾ അങ്ങനത്തെ ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി ഒന്നും ഇപ്പോഴും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിറ്റിസണിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഓരോന്നിനും ഓരോ രീതിയായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും വരുന്നത്. ദെൻ ഡിസൈൻ റിയാലിറ്റി ഗ്യാപ്പ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇ ഗവേണൻസിൻ്റെ ഇനിഷ്യേറ്റീവ്സ് നമ്മൾ ഒരു വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ ഉപയോഗിച്ചിട്ടായിരിക്കുമല്ലോ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത്. ഇങ്ങനെ വരുമ്പം യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതായത് വളരെ ഒന്നെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഇഷ്യൂസ് വരാം. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ലാംഗ്വേജിലും ഇത് അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് എല്ലാ ജനങ്ങളിലേക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് പെനട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മൾട്ടിപ്പിൾ ലാംഗ്വേജിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ തന്നെ എന്താണ് വളരെ ഈസിലി ആയിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്നത് പോലെയുള്ള ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കാര്യങ്ങൾക്കും നമ്മൾ ഓൺലൈനിൽ അപേക്ഷ കൊടുത്താലും ഓഫ്ലൈനായിട്ടും അതിൻ്റെ പകുതി കാര്യമേ സംഭവിക്കത്തുള്ളൂ. ബാക്കി പകുതി കാര്യങ്ങൾ എന്താണ് ഓഫ്ലൈനായിട്ടെന്നുള്ളൊരു രീതിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമൊക്കെയാണ്. ശരിയാണ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം അങ്ങനെ കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള അനുഭവത്തിൻ്റെ പുറത്തിലാണ്. നമ്മൾ ഓൺലൈനായിട്ട് പല കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ് അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പേപ്പർ വർക്ക് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റുകൾ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എപ്പോഴും ഇതിനകത്ത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും നമ്മളിപ്പം ഓൺലൈൻ സർവീസസ് എന്ന് പറയുമ്പം ഓൺലൈനായിട്ട് സർവീസ് മുടങ്ങുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പിൻ്റെ അണ്ടറിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതേപോലെ പവർ ഫെയിലിയർ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് ആ കാര്യം നടക്കത്തില്ല. പക്ഷേ അതേസമയം ഒരു പേപ്പർ വർക്കിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ അതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ കാര്യം നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ പറ്റും. അതിനപ്പുറത്തോട്ട് ചിലപ്പോൾ ആവണമെന്നില്ല. പക്ഷേ എന്താണ് ഈ ഓൺലൈനിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരു ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ ഈ പറയുന്നത് പോലെ ഡിസൈൻ റിയാലിറ്റി ഗ്യാപ്പ് എന്ന് പറയുന്നൊരു സംഗതി, അതായത് എല്ലാം നമ്മൾ ഒരുമിച്ച് ഒരു സെൻറ്ററിൽ നടക്കുമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴായിരിക്കും ബാക്കി കാര്യങ്ങൾ അവിടെ പോയി ഈ ഒരാളിനെ കണ്ട് സൈൻ വാങ്ങിക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ്, ലോ ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് ഓവർ റിലയൻസ് ഇൻ ഇ ഗവേണൻസ്. അതാണ് മറ്റൊരു കാര്യം. ഇപ്പം വിചാരിക്കും എന്താണ് ഇ ഗവേണൻസ് കൊണ്ട് വളരെ നല്ലതാണ്, എല്ലാ കാര്യത്തിനും ഇ ഗവേണൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ പോരെ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഓവർ റിലയൻസ് ഇൻ ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അതെന്താണ് സംഗതി എന്നുള്ളത്, അത് ഡിജിറ്റൽ ലിറ്ററസി കുറവായതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഈ അക്ഷയ സെൻറ്ററിൽ ചെയ്യുന്ന പല കാര്യങ്ങളും വീട്ടിലിരുന്ന് നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതിൽ. അല്ലെങ്കിൽ ഒരു കോമൺ സർവീസ് സെൻറ്ററിൽ പോയി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ എന്താണ് നമ്മളൊരു സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ശരി. ഓക്കെ, ഗവൺമെൻറ് ബിസിനസ് ആണെങ്കിലും ഗവൺമെൻറ് സിറ്റിസൺ ആണെങ്കിലും ശരി. പക്ഷേ ഈ കാര്യങ്ങൾക്കെല്ലാം നേരെ അക്ഷയയിലോട്ട് പോകും എന്ന് പറയുന്ന ഒരു മനോഭാവം നമ്മളുടെ ഇടയിലെല്ലാം ഉണ്ട്. ഈവൻ ദോ വി നോ ഹൗ ടു യൂസ് ഓൾ ദീസ് തിങ്സ്. നമുക്കിപ്പം ഒരു അക്ഷയ സെൻറ്ററിലും പോയിട്ടല്ലല്ലോ നമ്മൾ ഒരു OTT പ്ലാറ്റ്ഫോമിൽ സിനിമ കാണുന്നത്. അത് അത്രയും സിമ്പിളാണ് ഒരു കാര്യം. രണ്ട്, അത് നമ്മളുടെ മാത്രം ഒരു ആവശ്യമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുത്തിയിരുന്നതെല്ലാം ചെയ്യും.
പക്ഷേ അതേസമയം നമുക്കൊരു ആവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ പോകും, അതിനകത്ത് കയറിയിട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ. അതിന് ഒരു സൈഡിൽ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്ന ഒരു സംഗതി ഒരു കാര്യമാണ്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമായിട്ടൊക്കെ വരുന്നതും യൂസർ ഫ്രണ്ട്ലി അല്ലാതെ വരുന്ന ഒരു റീസണാണ്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ വേറൊരാളുണ്ടല്ലോ, 10-20 രൂപ കൊടുത്താൽ മതി അല്ലെങ്കിൽ 100 രൂപ ഫീസ് കൊടുത്താൽ മതി നമുക്ക് കാര്യം നടന്ന് കിട്ടുമെന്ന് പറയുമ്പം എന്താവശ്യത്തിന് നമ്മൾ ഈ കോമൺ സർവീസ് സെൻറ്ററുകളിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ് നമുക്ക് ഈ പറയുന്നത് പോലെ ഓവർ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാകുന്നുണ്ട്. അന്നേരമാണ് അക്ഷയയിലെ ചേച്ചിമാരൊക്കെ എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് മാറിയിരിക്കാൻ പറയുന്നത്. കാരണം അവർക്ക് ആവശ്യം പോലെ ആളുകൾ വരുന്നുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾക്ക് ചെയ്യാൻ അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ നോളജാണ് അവരുടെ പവർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമുക്കും അവൈൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ലിറ്ററസി ഇമ്പാർട്ട് ചെയ്യുക വഴി, ഇപ്പോൾ എല്ലാവർക്കും ഇത് പറ്റത്തില്ല കേട്ടോ, ഒരു ഏജിന് അപ്പുറത്തുള്ള ആളുകൾക്ക് കമ്പ്യൂട്ടറോ ഒന്നും യൂസ് ചെയ്യാൻ ഇപ്പോഴും അറിയാൻ വയ്യാത്തവരുണ്ട്. ന്യൂ ഏജിലുള്ളവർക്കൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ വലിയ കുഴപ്പമില്ലാത്തവരും എന്താണ് ഈ ചെയ്യുന്നത്, അക്ഷയ സെൻറ്ററിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. സോ അതെന്താണ്, ഈ ഗവേണൻസ് ഈസിലിയും എഫിഷ്യൻ്റ്ലിയും ഫ്രണ്ട്ലിയും ഒക്കെ ആയിട്ട് നടപ്പിലാക്കുക എന്ന് പറയുന്ന കാര്യത്തിന് ഡിലേ വരുത്തുന്ന കാര്യങ്ങളാണ്. അതതിൻ്റെ ഒരു ചലഞ്ചാണ്. നെക്സ്റ്റ്, ഡേറ്റ പ്രൈവസി ആൻഡ് സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ്. ഡേറ്റ പ്രൈവസി, സൈബർ സെക്യൂരിറ്റി ഒരു നമ്മുടെ ബേസിക് ഒബ്ജക്റ്റീവ് ആയപ്പം അതൊരു ചലഞ്ചുമായിട്ട് മാറുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്യൂസ് ഓഫ് ഡേറ്റ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സൈബർ ത്രെറ്റുകൾ ഇതിലേക്ക് വരുന്നുണ്ട്. സോ അതൊരു ചലഞ്ചാണ്. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ്, ഡേറ്റ കളക്ട് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളുമെല്ലാം സെക്യൂർഡ് ആയിരിക്കണം, നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. ഈ ഡേറ്റ പ്രൈവസിയുടെ ഭാഗമായിട്ട് എന്താണ്, മറ്റുള്ളവരിലേക്ക് ഡേറ്റ പ്രൈവസി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു പോർഷനാണ് തുടർന്ന് അങ്ങോട്ട്. അപ്പോൾ അവിടെ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത് സെക്യൂർഡ് ആയിരിക്കുക എന്നുള്ളത് ഡേറ്റ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. ദെൻ പ്രൈവസി എന്ന് പറയുമ്പോൾ വേണ്ട ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നത്, ആവശ്യമുള്ളതാണ്, ആവശ്യമുള്ള സമയത്തേക്കാണ്, ആവശ്യമില്ലാത്ത ഡേറ്റ വേണ്ട, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം നമ്മൾ. അതേപോലെ തന്നെ എന്താണ്, സൈബർ ത്രെറ്റുകൾ എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളും എന്തായിരിക്കണം, ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് വെബാണെങ്കിലും ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം എന്താണ്, സൈബർ സെക്യൂരിറ്റിയെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം ഉണ്ടാകുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ലാക്ക് ഓഫ് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് സ്കിൽഡ് പേഴ്സണൽ. ഓക്കെ, അതെന്താണ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഗവേണൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇനിഷ്യേറ്റീവ്സ് എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും എന്താണ്, ആ സ്കിൽഫുള്ളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളോ ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ടില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ട ഒരു സർവീസ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആളുകൾ ഒരുപാട് ഓഫീസിലുണ്ടാവും, അതൊരു കാര്യം. രണ്ടെന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും ടൈപ്പ് ഓഫ് മിസ്റ്റേക്സ് ഉണ്ടായാൽ പോലും എന്താണ്, ഈ സർവീസ് ഡെലിവറിയെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. വെറുതെ ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓൺലൈനായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ബേസിക്കലി ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മാറുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ എന്താണ്, അവിടെ ഉള്ള ആളുകൾക്ക് അത്രത്തോളം എന്താണ് ഒരു സ്കിൽഫുൾ അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഓക്കെ സിസ്റ്റം ഹാങ് ആണ് അല്ലെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും തരത്തിൽ അതിലേക്ക് കൂടുതൽ സ്കിൽഡോ ട്രെയിൻഡോ ആയിട്ടുള്ള പേഴ്സണൽസ് ആണെങ്കിൽ ആ ഇഷ്യൂസ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ജനറേഷൻസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് ബേസിക് ലിറ്ററസി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന എന്താണ് ഡിജിറ്റൽ ലിറ്ററസി ആയി കിട്ടുന്ന ജനറേഷനാണ് പുതുതായിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് അവിടെ ഗ്രാജുവലി എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ അതെന്താണ്, അതും ഒരു ചലഞ്ചാണ്. ഈ ഗവേണൻസിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഒരു ചലഞ്ചാണ്. നെക്സ്റ്റ്, ഫ്രാഗ്മെൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കോർഡിനേഷൻ ഇഷ്യൂ. അതായത് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇൻ്റർ ഓപ്പറേറ്റബിൾ ആകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പരസ്പരം പല ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് ഉണ്ട്, കോർഡിനേഷൻ ഇല്ല എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ഓക്കെ ആയിരിക്കും, പക്ഷേ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ചേർന്ന് പോവേണ്ട ചില കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവത്തില്ല. അപ്പം ഓരോ കാര്യങ്ങളും എന്താണ് സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇംപ്ലിമെൻറ്റ് നടക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. ഇനി സെൻറ്റർ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൻ്റെ ചില പ്രൊജക്റ്റുകളുണ്ടാവും, അതുമായിട്ട് അലൈൻഡ് ആയിരിക്കത്തില്ല സ്റ്റേറ്റ് വരുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് എൻ്റെ ഭൂമി എന്ന് പറയുന്നൊരു സംഗതി ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ്സ് ആണ്. അത് എന്താണ് സെൻട്രൽ ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ് മോണിറ്റൈസേഷൻ പ്രോഗ്രാമുമായിട്ട് ഡിഫറൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് വേറൊരു വഴിക്കും ഇത് വേറൊരു വഴിക്കുമാണ് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതും എന്താണ്, ഈ പറയുന്ന ഈ ഗവേണൻസിൻ്റെ പൂർണ്ണ ബെനിഫിറ്റ് ജനങ്ങളിലേക്ക് എത്തുന്നതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദെൻ യൂസർ ഇൻ്റർഫേസ് ആൻഡ് accessibility concerns. Many public facing applications are not optimized for mobile or differently abled users. അതായത് നമ്മളിപ്പം ഇംപ്ലിമെൻറ്റേഷനായിട്ട് കൊണ്ടുവരുന്ന പല കാര്യങ്ങൾക്കും ചിലതിന് വെബ്സൈറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം എല്ലാത്തിനും എന്താണ് വെബ്സൈറ്റിലൂടെ ആയിരിക്കും ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആപ്പ് എന്ന് പറയുന്ന മൊബൈൽ യൂസേഴ്സിനും
കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഗതിയാണ് അതെന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം മൊബൈൽ പെനട്രേറ്റ് ചെയ്ത് അത്രയും എന്തായിരിക്കത്തില്ല ഈ പറയുന്നത് പോലെ ഒരു ഡെസ്ക്ടോപ്പ് എന്നുള്ളൊരു രീതിയിൽ പെനട്രേഷൻ വരത്തില്ല, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എന്നുള്ള ഒരു രീതിയിലുള്ള പെനട്രേഷൻ വരത്തില്ല. പിന്നെ പല കാര്യങ്ങൾക്കും ഡെസ്ക്ടോപ്പ് വെർഷനിലായിരിക്കും ചിലപ്പോൾ ചിലത് അവെയിൽ ചെയ്യാൻ സാധിക്കുന്നത്, മൊബൈലിനകത്ത് ചിലപ്പോൾ അത് അവെയിൽ ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അപ്പം കാരണം സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ വരുന്ന കാരണത്താലും ഒക്കെ ആയിട്ട്. അപ്പം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ മൊബൈൽ ഫ്രണ്ട്ലി അല്ലാത്ത കാര്യങ്ങൾ വരുന്നത്, അതേപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ട് വരുന്നത്, അതേപോലെ തന്നെ ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്, ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരു ചലഞ്ചാണ്. കാരണം എല്ലാവരിലേക്കും ഇത് എത്തുക എന്നുള്ളത്, ടു ഓൾ സിറ്റിസൺസ് എന്ന് പറയുന്ന ഒരു സംഗതി എന്ത് ചെയ്യുന്നില്ല, അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, പോളിസി ആൻഡ് ലെജിസ്ലേറ്റീവ് ഗ്യാപ്സ്. അതായത് ഇപ്പം കേരളത്തിനെ സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതിനും പോളിസീസൊന്നും ഇല്ല. അതായത് ഡിജിറ്റൽ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും, അല്ലെങ്കിൽ ഡിജിറ്റൽ സെക്യൂരിറ്റി, ഈ സെക്യൂരിറ്റിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ IT ആക്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവണമെന്നില്ല. അതേപോലെ തന്നെ എന്താണ്, എങ്ങനെയായിരിക്കണം ഡേറ്റ ഗവേൺ ചെയ്യേണ്ടത്, കുറച്ച് കാര്യങ്ങളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് പോളിസി ഫോർ ഡേറ്റ ഗവേണൻസ്, ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് പോളിസി അറൗണ്ട് ഡേറ്റ ഗവേണൻസ്, ഡേറ്റ കളക്ട് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ട, അത്തരം കാര്യങ്ങൾ. ക്ലൗഡ് ഹോസ്റ്റിംഗ്, അതായത് നമ്മളെല്ലാം ഫിസിക്കലി അല്ലല്ലോ റെക്കോർഡ്സ് ഒന്നും കീപ്പ് ചെയ്യുന്നത്. അപ്പം അത് എന്താണ് ആ ഒരു വിർച്വൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഓപ്പൺ സ്റ്റാൻഡേർഡ്സ്. ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും, ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡിജിറ്റൽ ഗ്രീവിയൻസ് റിഡ്രസൽ റിമെയിൻ അണ്ടർ ഡെവലപ്ഡ്. ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പം ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ 3G 4G GSM അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ടെക്നോളജികളുണ്ടല്ലോ. ഇതെന്ന് പറയുന്നത് എല്ലാ മൊബൈൽ ഫോണുകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് എന്നുള്ള രീതി. ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കോമൺ ആയിട്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും കൂടി പറ്റുന്നതായിരിക്കണം എന്നുള്ളൊരു സാഹചര്യം. അതാണ് ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ എന്താണ്, ഇപ്പം സിറ്റിസൺസിന് പരാതികൾ, ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആണെന്നാണ്. അതായത് അങ്ങനെ ഇല്ല എന്നുള്ളതല്ല പറഞ്ഞത്, അതെന്താണ് പൂർണ്ണമായിട്ടും അത് ചെയ്യേണ്ട രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. ദെൻ ട്രസ്റ്റ് ഡെഫിസിറ്റ് ആൻഡ് റിലക്റ്റൻസ് ടു അഡോപ്റ്റ്, അതൊരു അവസാനത്തെ ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ട്രസ്റ്റ് ഡെഫിസിറ്റ് ആൻഡ് റിലക്റ്റൻസ് ടു അഡോപ്റ്റ് എന്ന് പറയുന്നത് അത് വേറൊന്നുമല്ല, ചില ആളുകളെങ്കിലും ഈ കാലഘട്ടത്തിലും, ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലും ചില ആളുകളെങ്കിലും ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അത് പ്രായത്തിൻ്റെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. നേരിട്ട് പോയി കാര്യമെല്ലാം ചെയ്ത് വൃത്തിയാക്കി തിരിച്ചു വരിക എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. ഓഫീസിൽ തന്നെ പോയി ആളുകളെ കണ്ട് അത് ഉറപ്പ് വരുത്തുക എന്നുള്ളത്. ഓൺലൈനിൽ അപ്ലൈ ചെയ്തു ആയോ ഇല്ലയോ എന്നുള്ള ഡൗട്ട്, അത് അവരുടെ ഒരു നോളജിൻ്റെ കുറവ് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്, ഓൾഡ് ഏജ് പീപ്പിൾ. എന്നാൽ ഈ കാലഘട്ടത്തിലും പല ആളുകളും ഓൺലൈൻ പേയ്മെൻറ്റുകൾ വിശ്വസിക്കാത്ത ആളുകളുണ്ട്, ട്രസ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. ഈവൻ ബിസിനസ് നടത്തുന്നവർ പോലും അങ്ങനെ ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ എന്ന് പറയുന്നൊരു സംഗതി അത് ശരിയല്ല. അപ്പം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഓൺലൈനിൽ നമ്മളൊരു കാര്യം എൻ്റർ ചെയ്യുമ്പം നെറ്റ്വർക്ക് ഡിലേ ഉണ്ടാകുന്ന കാരണത്താലായിട്ട് കംപ്ലീറ്റ് ഹാങ് ആയിട്ട് ചിലപ്പോൾ അന്നേരം പിന്നെ നടക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമാണ് സത്യത്തിൽ. പക്ഷെ അത് മനസ്സിലാക്കാനുള്ളൊരു ടോളറൻസ് എല്ലാവർക്കും ഉണ്ടാകണമെന്നല്ല. പിന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഉള്ളതാണ്, സെർവർ ഡൗൺ ആവുന്ന കാരണത്താലായിട്ട് മേ ബി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് പോയിട്ടുണ്ടാകും, അവർക്ക് അവിടെ ചെന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും റീഫണ്ട് ഉണ്ടാകുന്നത്. അതതിൻ്റെ ഒരു സിസ്റ്റമാണെന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ എമൗണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ അവർ കൃത്രിമം കാണിക്കുകയാണ്, ഇത് കള്ളത്തരമാണ് എന്നൊക്കെയുള്ള രീതിയിൽ വിശ്വസിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ, പിന്നെ അതേപോലെ തന്നെ ഓഫീസുകളിലാണെന്നുണ്ടെങ്കിലും എന്താണ് ഈ പറയുന്നത് പോലെ ഈ ന്യൂ സിസ്റ്റംസുമായിട്ടൊന്ന് ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് എന്താണ്, ഈ ഗവേണൻസ് 10% ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ ചലഞ്ചസ് ആണ് വരുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്, ഈ ഗവേണൻസിൻ്റെ ഒരു ചലഞ്ചായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ സീ യു വിത്ത് അനദർ ടോപ്പിക്.